ഡോക്ടർ എന്താ പറയാ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് കംപ്ലീറ്റ് പെരീനിയർ ടയർ വന്നിട്ടാണ് നമ്മുടെ ഞാൻ ഡോക്ടറോട് കാര്യം ചോദിക്കട്ടെ? അതായത് ആ സമയത്ത് തുന്നലിടാതിരിക്കാൻ ട്രീറ്റ് ചെയ്യാതെ അത് ഓപ്പൺ ആക്കി ഇടാൻ പറ്റില്ല. അത് ആ ചികിത്സ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. അത് തുന്നിയിട്ടില്ല എന്നുള്ളത്. തുന്നലിടാം, ഉള്ളിലും കൂടെ തുന്നലിട്ടൂടെയോ? അതായത് ഉള്ളിലത്തെ ആ മുഴുവൻ ലെയറും തുന്നലിട്ടിട്ടുണ്ട് അവിടെ. തുടർന്നുള്ള ചികിത്സ തന്നിട്ട് എന്നെ 10 ദിവസം വരെ എന്നെ ആന്റിബയോട്ടിക് എടുത്ത് കിടന്നു. അപ്പോഴും ചോദിച്ചു എന്തിനാണ് ഒരു സാധാ നോർമൽ ഡെലിവറിക്ക് 3 അന്ന് വീട്ടിൽ വിടുന്നതാ, ഇതെന്നെ 10 ദിവസം വരെ ഞാൻ അഡ്മിറ്റ് ചെയ്തത്. ഞാൻ ചോദിച്ചു 10 ദിവസം വരെ എന്തിനാണ് അഡ്മിറ്റ് ചെയ്യുന്നത്? അപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടില്ല. അപ്പോഴും പറയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതിന് വേണ്ടിയാണ് ഇവിടെ കിടത്തിയേക്കുന്നതെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് 7 അന്ന് എനിക്ക് ഫുൾ മൊത്തത്തിലുള്ള സ്റ്റിച്ച് മൊത്തവും പോയി. ഈ കാര്യം ഡോക്ടറിൻ്റെ പറഞ്ഞു. ഡോക്ടർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നോക്കാതെ നമ്മളെ 10 അന്ന് വീട്ടിൽ വിട്ടിട്ട് മെഡിക്കലിലേക്ക് പോയപ്പോഴത്തേക്കുള്ള പേപ്പറിൽ എഴുതിയേക്കുന്ന വണ്ടി യാത്ര ചെയ്തത് കൊണ്ടാണ് സംഭവിച്ചത്. എന്തിനങ്ങനെ പറയണം? ഒരു കോംപ്ലിക്കേഷൻ ആണ് എങ്കിൽ ഡോക്ടർ അങ്ങനെ പറയേണ്ട കാര്യമല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നമുക്ക് സ്യൂച്ചർ ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ കാരണം ആ ഒരു വലിയ മുറിവ് ഉണ്ടാവുമ്പോൾ അത് സ്യൂച്ചർ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അത് സ്യൂച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഡോക്ടർ ചിലപ്പോൾ പ്രസവം എടുക്കുക അങ്ങനെ ചെയ്യുമായിരിക്കും. ബിന്ദുസുന്ദര ഭാഗത്തുനിന്ന് അങ്ങനെ ചെയ്തിട്ടില്ല. കാര്യം ചെയ്തിട്ടില്ലെന്ന് അതുകൊണ്ട് മാത്രമാണ് എന്റെ ഭാര്യയ്ക്ക് നൂലൊരു മലം വന്നത്. ചില ഡോക്ടർ എനിക്ക് എന്താണ് എല്ലാവരുടെയും അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ ആവശ്യം 1000 പേർക്ക് ഒരു ഡോക്ടർ എന്നുള്ളതാണ്. അത് കേരളത്തിൽ ഏകദേശം 500 തൊട്ട് 600 ഉണ്ട്. അതിന്റെ അർത്ഥം ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനെക്കാളും എത്രയോ മുമ്പിലാണ് ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ. അപ്പൊ ഈ ഉള്ള ഡോക്ടർമാർക്ക് എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ ഇത്തരം ഡോക്ടർമാർക്ക് ഗവൺമെന്റ് മേഖലയിലേക്ക് എന്തുകൊണ്ട് അവരെ ഗവൺമെന്റ് മേഖലയിലേക്ക് നിയോഗിച്ചുകൂടാ? ജോലിയില്ലാതെ എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് വരാൻ തയ്യാറല്ലായിരിക്കും. സാറ് പറഞ്ഞ ഈ ഒരു കാര്യം ശരിയാണ്, നമ്മുടെ ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോയുടെ കാര്യം. പക്ഷേ നമ്മൾ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ 1:5400 ആണ്. അതായത് 5400 രോഗികൾക്ക്. ഞാനൊരു കാര്യം ഡോക്ടർ, ഇപ്പൊ അവരൊരു ആരോപണം എന്റെ ഇടയ്ക്ക് ഉന്നയിച്ചു. നമുക്കിപ്പോൾ അത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഈ ഡോക്ടേഴ്സൊക്കെ കൈക്കൂലി ചോദിക്കുന്നു, വീട്ടിൽ ചെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് സർജറി ഫിക്സ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തോ ഒരു അഭിപ്രായം? കാരണം ഇത് എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇത്തരത്തിലെ ഒരു കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. സംഘടന അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് സംഘടനയുടെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.